എല്ലാവർക്കും സ്വാഗതം. പ്രധാനമായിട്ടും രണ്ട് കാര്യം പറയാനുണ്ട്. ആദ്യത്തെ ഒരു ബജറ്റ് പ്രതികരണമാണ്. അവസാനം വിസ്മയഭരിതമായ ആ ബജറ്റ് വന്നിരിക്കുകയാണ്. അതിനകത്ത് എന്തെല്ലാമോ ഉണ്ടാകുമെന്ന് പ്രതീതി പരത്താൻ UDF അതിൻ്റെ എല്ലാ ബന്ധുപത്രാദികളും ആവർത്തനം പാടുപെട്ടെങ്കിലും ബജറ്റ് വന്നപ്പോൾ അത് ശരിക്കും എലിയെ പ്രസവിച്ച മലയായി മാറി. ആ മല പ്രസവിച്ച എലി വാസ്തവത്തിൽ സാമ്പത്തിക രംഗത്തെ, സാമൂഹിക രംഗത്തെ വലതുപക്ഷ നയത്തിൻ്റെ ഒന്നാന്തര ഉദാഹരണമായിട്ട് മാറിയിരിക്കുകയാണ്. മുഖ്യമന്ത്രി എപ്പോഴും പറയുന്ന പേരാണ് നെഹ്റുവിൻ്റെ പേര്. അവകാശവാദം അദ്ദേഹം നെഹ്റുവിയൻ സോഷ്യലിസ്റ്റാണെന്നാണ്. ബജറ്റിനെ പറ്റിയുള്ള പ്രതികരണം പറയുമ്പോൾ എൻ്റെ ആദ്യത്തെ അഭ്യർത്ഥന നെഹ്റുവിൻ്റെ ആ പഴയ പ്രസ്താവന അദ്ദേഹം ഓർക്കണമെന്നാണ്. ആ പ്രസ്താവന അദ്ദേഹം പറഞ്ഞത്, ദ കമാൻഡിംഗ് ഹൈറ്റ്സ് ഓഫ് ദി ഇക്കണോമി വിൽ ബി റിസർവ്ഡ് ഫോർ ദ പബ്ലിക് സെക്ടർ എന്നായിരുന്നു. അതൊരു കാഴ്ചപ്പാടാണ്, ഒരു നിലപാടും നയവുമാണ്. സമ്പദ്ഘടനയുടെ എല്ലാ നിർണായക ഔന്നത്യങ്ങളും പൊതുമേഖലയ്ക്ക് വേണ്ടി മാറ്റിവെക്കുമെന്ന് ഉറപ്പു പറഞ്ഞ ഒരു പോളിസി ഉണ്ടായിരുന്നു നെഹ്റുവിന്. അതായിരുന്നു നെഹ്റുവിയൻ കാലഘട്ടത്തിലെ ഇൻഡസ്ട്രിയൽ പോളിസിയുടെ മർമ്മം. അവിടെ നിന്ന് ലോകം മാറി, ഒരുപാട് മാറ്റമുണ്ടായി. പക്ഷേ പൊതുമേഖലയെ പറ്റിയുള്ള നയത്തിൽ നിന്ന് മിക്കവാറും പൂർണ്ണമായിട്ടും എബോട്ടിന് അടിച്ചുകൊണ്ട് പോകുന്ന ഈ പോക്ക് കണ്ണും മൂക്കുമില്ലാത്ത, ലക്കും ലഗാനുമില്ലാത്ത, സ്വകാര്യ ലാഭാർത്ഥികളുടെ അടിമയായിട്ട് മാറുന്ന യാത്രയാണെന്ന് പറയാതിരിക്കാൻ പറ്റില്ല. ഇടതുപക്ഷവും പറയുന്നുണ്ട്, മാറിയ ലോക സാഹചര്യങ്ങളിൽ അനിവാര്യമായി വന്നാൽ നിശ്ചിതമായ വ്യവസ്ഥയോടുകൂടിയുള്ള നിക്ഷേപങ്ങൾ സ്വകാര്യ മേഖലയ്ക്കുമാകാം. ഫോറിൻ ടെക്നോളജിയോ സ്വകാര്യ നിക്ഷേപങ്ങളോ ഒന്നും തീരെ വേണ്ട എന്നല്ല ഞങ്ങൾ പറയുന്നത്. അതെല്ലാം ചിലപ്പോൾ വേണ്ടിവരും പുതിയ ലോക സാഹചര്യത്തിൽ. പക്ഷെ അപ്പോഴും മൗലിക പ്രശ്നമുണ്ട്. ആർക്കാണ് മുൻതൂക്കം? എന്തിനാണ് മുൻതൂക്കം? ലക്ഷ്യമെന്താണ്? അവിടെയാണ് VD സതീശൻ നെഹ്റുവിനെ വല്ലപ്പോഴും ഓർക്കേണ്ടത്. അതോർത്താൽ ഈ ബജറ്റിൻ്റെ ഉള്ളടക്കത്തെപ്പറ്റി ഒരവകാശവാദവും പറയാൻ കഴിയാതെ അദ്ദേഹത്തിൻ്റെ നാവ് താണുപോകും എന്നാണ് ഞങ്ങളുടെ ബോധ്യം. ഈ ബജറ്റിലെ ഏറ്റവും വലിയ ആപത്ത് പതിയിരിക്കുന്നത് ഭൂമിയുടെ കാര്യത്തിലാണ്. ഭൂപരിഷ്കരണമാണ് കേരളത്തിന്റെ വികസനത്തിന്റെ എല്ലാം അസ്ഥിവാരം, അടിത്തറയതാണ്. കേരളത്തിന് 50 കൊല്ലം പൂർത്തിയായപ്പോൾ ചോദ്യമുണ്ടായി അന്ന് MT വാസുദേവൻ നായരോട്. അരനൂറ്റാണ്ട് പൂർത്തിയാകുമ്പോൾ കേരളത്തിന്റെ ഏറ്റവും വലിയ നേട്ടം എന്താണെന്ന് എന്റെ ചോദ്യം. എഴുത്തുകാരനായ, സാഹിത്യ പ്രതിഭയായ, മലയാളത്തിന്റെ സർഗസൗന്ദര്യത്തിന്റെ എല്ലാം നേതൃസ്ഥാനത്തുള്ള MP നിസ്സംശയം ഉത്തരം പറഞ്ഞത് ഒറ്റ വാക്കിലാണ്. അദ്ദേഹം പറഞ്ഞു, ഭൂപരിഷ്കരണമെന്ന് പറഞ്ഞു, ലാൻഡ് റിഫോംസ്. അന്നും ഇന്നും അതാണ് ശരി. ഭൂബന്ധങ്ങളിലെ ആ മാറ്റം വരുത്താനുള്ള മുൻകൈയെടുത്തത് കേരളത്തിൽ എന്നും ഇടതുപക്ഷമാണ്. ഇടതുപക്ഷ പോരാട്ടങ്ങൾ, മഹത്തായ സമരങ്ങൾ, ആത്മത്യാഗങ്ങൾ
രക്തസാക്ഷിത്വങ്ങൾ ഇതെല്ലാം ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ എല്ലാം ഭാഗമായിട്ട് 57-ലെ ഒന്നാമത്തെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റാണ് ഈ വഴിക്കുള്ള യാത്രയുടെ തുടക്കം കുറിച്ചത്. അത് പൂർത്തിയാക്കിയത് 1970 ജനുവരി മാസം 1-ാം തീയതി സഖാവ് അച്യുതമേനോൻ മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴാണ്. ആ ഭൂപരിഷ്കരണത്തിന്റെ അടിത്തറയിലാണ് കേരളത്തിന്റെ എല്ലാ വികാസവും ഉണ്ടായത്. അതാണ് പുരോഗതിയുടെ ആണിക്കല്ല്. അവിടെയാണ് കൈവച്ചിരിക്കുന്നത് UDF ഗവൺമെന്റ്. ഓരോരോ പേര് പറഞ്ഞുകൊണ്ട് ഭൂപരിധിക്കകത്ത് ഇടപെടാനും തോട്ടങ്ങളെ ഇഷ്ടാനിഷ്ടണം തരം മാറ്റിയെടുക്കാനും അങ്ങനെ ഭൂമിയിൽ അന്യായമായ ലാഭാർത്ഥിയുടെ എല്ലാ ക്രയവിക്രയങ്ങൾക്കും പ്രോത്സാഹനം കൊടുക്കാനും വേണ്ടിയാണ് ഈ ബജറ്റിൽ UDF ലക്ഷ്യം വെക്കുന്നത്. അത് ആപത്തിലേക്കുള്ള പോക്കാണെന്ന് എല്ലാവർക്കും അറിയാം. രണ്ടാമത്തെ മുഖ്യ ആപത്തുള്ളത് സമുദ്ര മിഷൻ എന്ന് പറയുന്നത്, മിഷൻ സമുദ്ര എന്ന് പറയുന്ന രംഗത്താണ്. മിഷൻ സമുദ്ര വാസ്തവത്തിൽ കടൽ കൊള്ളയ്ക്ക് വേണ്ടിയുള്ള ഇന്ത്യക്കകത്തും പുറത്തുമുള്ള കോർപ്പറേറ്റ്സിന്റെ സമ്മർദ്ദങ്ങളുടെ മുമ്പിലുള്ള UDF സർക്കാരിന്റെ പരാജയ സമ്മതമാണ്. UDF സർക്കാർ അതിന്റെ എല്ലാം മുമ്പിൽ മുട്ടുകുത്താൻ തീരുമാനിച്ചിരിക്കുന്നു. അതിനുവേണ്ടിയാണ് ഇതിൽ പറയുന്ന റയർ എർത്ത് കോറിഡോറിനെ പറ്റി പറയുന്നത്. ഈ റയർ എർത്ത് കോറിഡോർ അതിന് സാരാംശം എന്താണെന്ന് വ്യക്തമാക്കാൻ പോകുന്നുണ്ട്. മുഴുവൻ പേര് റയർ എർത്ത് ആൻഡ് ക്രിട്ടിക്കൽ മിനറൽസ് കോറിഡോർ എന്നാണ്. എല്ലാം അതിനകത്തുണ്ട്. അന്താരാഷ്ട്ര രംഗത്ത് പെരുത്ത വിലയുള്ള വമ്പിച്ച വിപണന സാധ്യതയുള്ള ഈ റയർ എർത്തിനെ, അപൂർവ ധാതുക്കളെ, ക്രിട്ടിക്കൽ മിനറൽസിനെ എല്ലാം ഇഷ്ടം പോലെ ഖനനം ചെയ്യാൻ കടൽ തീരത്തും കടലാഴങ്ങളിലും എല്ലാം നിർബാധം കടന്നു വരാൻ തക്കം പുറത്തിരിക്കുന്ന കൊള്ളക്കാർക്ക് സമ്മതം മൂളുകയാണ് ഈ നിർദ്ദേശം. അതിനകത്ത് പിന്നെ കാര്യമായിട്ടൊന്നുമില്ല. സത്യം പറഞ്ഞാൽ തൊഴിലാളികളെയും പാവങ്ങളെയും എല്ലാം കളിപ്പിക്കൽ ശീലമാക്കുന്ന ഗവൺമെന്റ് ആയിരിക്കുമെന്ന്. അതുകൊണ്ടായിരിക്കുമല്ലോ ഗവൺമെന്റിന്റെ പദ്ധതിക്കകത്ത് ജീവനക്കാർക്ക് വേണ്ടിയുള്ള വിസ്മയ വാഗ്ദാനമല്ലാതെ ഒന്നും ഉണ്ടാകാതെ പോകുന്നു. 5 കൊല്ലം കൂടുമ്പോൾ ശമ്പള പരിഷ്കരണം കേരളത്തിൽ നയമാണ്. അതും ആരംഭിച്ചത് അച്യുതമേനോൻ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴാണ്. പിന്നെ എല്ലാ ഗവൺമെന്റുകളും അതൊരു നയമാക്കി മാറ്റി. 5 കൊല്ലം കൂടിയാൽ പൂർത്തിയായാൽ ഇവിടെ ജീവനക്കാർക്ക് ശമ്പള പരിഷ്കരണം ഉണ്ടായിരിക്കും. അതേപ്പറ്റി വെട്ടാട്ടമില്ല. DA കുടിശ്ശികയെപ്പറ്റി പ്രഖ്യാപനം വരുമെന്നുള്ള ഒരു പ്രതീതി ഉണ്ടാക്കി മുഖ്യമന്ത്രി. NGO അസോസിയേഷന്റെ സംസ്ഥാന വാർഷികത്തിൽ പങ്കെടുക്കവേ അദ്ദേഹം പറഞ്ഞു, നിങ്ങളെ കാത്ത് ഗവൺമെന്റ് ബജറ്റിൽ വിസ്മയങ്ങളെല്ലാം ഒളിപ്പിച്ചു വച്ചിട്ടുണ്ടെന്ന്. അത് കേട്ട മാത്രയിൽ കൈയടിച്ചു എല്ലാ ജീവനക്കാരും. ആ കൈയടി മാത്രമാണ് മിച്ചം. അത് വിസ്മയം വന്നില്ല. ശമ്പള പരിഷ്കരണത്തെപ്പറ്റി മൗനമാണ്. അങ്ങനെ നോക്കിയാൽ എല്ലാവർക്കും അതിനകത്തുള്ളത് വഞ്ചന മാത്രമാണ്. ചെറുപ്പക്കാർക്ക്, തൊഴിലാളികൾക്ക്, പാവപ്പെട്ടവർക്ക്, ജനങ്ങൾക്ക്, കേരളത്തിന് പൊതുവെ വഞ്ചനയുടെ വിസ്മയം കൊടുക്കുന്ന ഈ ബജറ്റിനെ തീർച്ചയായിട്ടും എല്ലാ ജനങ്ങളും തള്ളിക്കളയും. നിർദ്ദേശങ്ങളെ പറ്റിയുള്ള വിമർശനം പറയും. ഞങ്ങളുടെ സ്ഥാനം അവരുടെ കൂടെയായിരിക്കും, ജനങ്ങളുടെ കൂടെയായിരിക്കും. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇടതുപക്ഷവും അതുകൊണ്ട് ആ വഴിക്കായിരിക്കും പോവുക. ബജറ്റിനെ പറ്റി ഇതേ പറയാനുള്ളൂ. ഇപ്പോൾ
രണ്ടാമത്തെ കാര്യം, പാർട്ടിയുടെ സംസ്ഥാന കൗൺസിൽ 17-18 തീയതികളിലായി അക്കമയിൽ ശബ്ദം കുറവായിരുന്നു. 17-18 തീയതികളിലായി പാർട്ടിയുടെ സ്റ്റേറ്റ് കൗൺസിൽ ചേർന്നു ഇവിടെ വെച്ച്. അതിന് മുന്നോടിയായി സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന എക്സിക്യൂട്ടീവും യോഗം ചേർന്നിരുന്നു. 4 ദിവസങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈ നേതൃസമിതികൾ പൂർണ്ണ സമയം മാറ്റിവെച്ചത് തിരഞ്ഞെടുപ്പിൽ ഉണ്ടായ LDF-ന്റെ പരാജയത്തെ പറ്റിയുള്ള ചർച്ചകൾക്ക് വേണ്ടിയാണ്. ആ ചർച്ചകൾ വളരെ ക്രിയേറ്റീവായിരുന്നു. സ്റ്റേറ്റ് കൗൺസിലിൽ ഏകദേശം 15 മണിക്കൂറിന് മേൽ ചർച്ചയുണ്ടായി. 2 ദിവസങ്ങളിലായി 60-ൽ പരം സഭാക്കൾ ചർച്ചയിൽ പങ്കെടുത്തു. കേരളത്തിലെ പ്രത്യേക അവസ്ഥയിൽ CPI ആകട്ടെ CPM ആകട്ടെ കേരളത്തിലെ പ്രത്യേക മാധ്യമ അന്തരീക്ഷത്തിൽ ഇടതുപക്ഷ പാർട്ടികളുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPI ആകട്ടെ CPM ആകട്ടെ ഒരു കമ്മിറ്റിയോ മീറ്റിങ്ങോ ഉണ്ടെങ്കിൽ ദിവസങ്ങളും ആഴ്ചകളും നീണ്ടു നിൽക്കുന്ന സ്പെക്കുലേഷൻസ് ഉണ്ടാകും. അത് ഒഴിവാക്കാൻ പറ്റില്ല. അതൊരു ശീലമായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ കമ്മിറ്റികളെ പറ്റിയും അതുകൊണ്ട് നിങ്ങളെല്ലാവരും മനോധർമ്മത്തിൻ്റെ പ്രേരണപ്രകാരം ഇഷ്ടംപോലെ ഊഹാപോഹങ്ങളും വാർത്തകളും പ്രചരിപ്പിച്ചിട്ടുണ്ട്. അതിനുവേണ്ടി നിങ്ങളങ്ങനെ ബുദ്ധിമുട്ടേണ്ട ഉള്ള കാര്യങ്ങൾ പറയാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മടിയൊന്നുമില്ല. ഞങ്ങളുടെ പാർട്ടിയുടെ സംസ്ഥാന കൗൺസിലും സംസ്ഥാന എക്സിക്യൂട്ടീവും സെക്രട്ടേറിയറ്റും ഒന്നും ചേരുന്നത് ചർച്ചകൾക്ക് വിലക്കുള്ള ഒരു അന്തരീക്ഷത്തിലല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു യോഗവും കൂടുന്നത് നേതാക്കന്മാർക്ക് ജയ് വിളിക്കാൻ വേണ്ടിയുമല്ല. നേതാക്കൾക്ക് ജയജയപാടുന്ന പാർട്ടിയായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ മാറ്റാൻ താല്പര്യമില്ല CPIക്ക്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന പാർട്ടി പൂർണ്ണർത്ഥത്തിൽ ജനാധിപത്യ ഉള്ളടക്കത്തെ സംരക്ഷിക്കുന്ന പാർട്ടിയാണ്. അതിൻ്റെ ഭാഗമാണ് സഹാക്കൾക്ക് വിമർശിക്കാനും നിർബാധം അഭിപ്രായം പറയാനുമുള്ള അവകാശം. അത് പൂർണ്ണമായും പാർട്ടിക്കകത്ത് പാലിക്കപ്പെടുന്നുണ്ട്. ചിലപ്പോൾ ചില സഖാക്കൾ രാഷ്ട്രീയമായ അവരുടെ ആഴക്കുറവ് കൊണ്ടായിരിക്കാം സ്വന്തം നിഗമനങ്ങളെയും നിരീക്ഷണങ്ങളെയും അല്പം എരിവും പുളിവും ചെപ്പിളിയും ചേർത്ത് ഫേസ്ബുക്കിലൊക്കെ ഇട്ട് പോയിട്ടുണ്ടാകാം. അതെല്ലാം പാർട്ടിയുടെ നയമായിട്ട് ആരും കാണേണ്ടതില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ ഇലക്ഷനെ കണ്ടത് വിലയിരുത്തിയത് ഞങ്ങൾക്ക് LDF-ന് കനത്ത പരാജയം നേരിട്ട ഒന്നായിട്ടാണ്. അതിനെപ്പറ്റി പറയാൻ വേറൊരു വാക്കില്ല. ഈ പരാജയം കനത്തതാണ്. ഈ കനത്ത പരാജയം ഉണ്ടാകുമ്പോൾ ഇടതുപക്ഷം അതിനെ കാണേണ്ടത് വലതുപക്ഷം കാണും പോലെയല്ല. വീണത് വിദ്യയാണെന്ന് പറഞ്ഞുകൊണ്ടല്ല. ഞങ്ങൾ നേട്ടങ്ങളെ ഒട്ടും കുറച്ച് കാണുകയില്ല, കാണാനും പാടില്ല. ഞങ്ങളുടെ ഗവൺമെന്റ് 10 കൊല്ലക്കാലം കൊണ്ട് കേരളത്തിന്റെ വികസന രംഗത്തുണ്ടാക്കിയ മാറ്റങ്ങൾ
എല്ലാവരും കണ്ടതാണ്. എല്ലാ ജീവിതത്തുറകളിലും LDF ഇന്ത്യ മുഴുവനും വാഴ്ത്തിയ വമ്പിച്ച മുന്നേറ്റമുണ്ടാക്കിയ ഗവൺമെൻറ്റാണ്. ഞാൻ ദുഃഖിപ്പിച്ച് പറയേണ്ട കാര്യമില്ല. നീതി ആയോഗിൻ്റെ എല്ലാ ഇൻഡസസിലും വികസനത്തിൻ്റെ എല്ലാ സൂചികകളിലും ഒന്നാം സ്ഥാനം കേരളത്തിലാണ്. അത് വെറുതെ ഉണ്ടായതല്ല. വികസന കാര്യങ്ങളിലെ കരുതലാണ്, ജാഗ്രതയാണ് അതിന് കാരണമായിട്ട് മാറിയത്. ആയുർദൈർഘ്യം ഏറ്റവും അധികം കൂടുതൽ ഇവിടെയാണ്. ശിശു മരണ നിരക്ക് ഏറ്റവും കുറവ് ഇവിടെയാണ്. ഗർഭിണികൾ മരിക്കുന്ന അവസ്ഥ അത് ഏറ്റവും കുറവ് കേരളത്തിലാണ്. ന്യൂ ബോൺ ബേബീസിന്റെ പരിരക്ഷകർ ഒന്നാം സ്ഥാനം കേരളത്തിലാണ്. ഏറ്റവും മികച്ച അടിസ്ഥാന സൗകര്യമുള്ള സ്കൂളുകൾ കേരളത്തിലാണ്. അതെല്ലാം വെറുതെ ഉണ്ടായതല്ല. ഇടതുപക്ഷത്തിൻ്റെ വലിയ കാഴ്ചപ്പാടിൻ്റെയും പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് ഈ മാറ്റമുണ്ടായത്. അങ്ങനെ എല്ലാ നാട്ടുകളുണ്ടാക്കിയെങ്കിൽ പോലും ഞങ്ങൾക്ക് പരാജയമുണ്ടായി. അതിൻ്റെ പാഠം പഠിക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൃത്യമായി പറയുന്നു, ജനങ്ങൾ ഞങ്ങളുടെ ഭാഗത്തു നിന്ന്, ഇടതുപക്ഷ ഭാഗത്തു നിന്ന് പ്രതീക്ഷിക്കുന്നത് വികസനവും ക്ഷേമപ്രവർത്തനങ്ങളും മാത്രമല്ല. ഞങ്ങൾ ഇടതുപക്ഷമായതുകൊണ്ട് തന്നെ ഞങ്ങളിൽ നിന്ന് അവർ അതിനപ്പുറത്ത് ചിലത് പ്രതീക്ഷിക്കുന്നുണ്ട്. അത് കൊടുക്കാൻ ഞങ്ങൾക്കായിട്ടില്ല എന്ന് നിങ്ങൾ കാണുന്നു. പ്രധാനമായിട്ടും പരമ്പരാഗത മേഖലയിലെ തൊഴിലാളികൾ, ഞങ്ങളവരെ കാണുന്നത് ഞങ്ങളുടെ വർക്ക് അടിത്തറയായിട്ടാണ്. കയർ തൊഴിലാളി, കശുവണ്ടി തൊഴിലാളി, ചിത്രത്തൊഴിലാളി, അങ്ങനെ എത്രയോ വിഭാഗം തൊഴിലാളികൾ, കൈത്തറി തൊഴിലാളി, കർഷക തൊഴിലാളി, ഞങ്ങൾ അവരുടെ പക്ഷമാണ്. അവരാണ് ഞങ്ങളുടെ വർക്ക് അടിത്തറ എന്നും ഞങ്ങളെ അവരുടെ കാത്തു പുലർത്തിയത്. ആ വിഭാഗം ജനങ്ങൾക്ക് LDFനെ പറ്റി വിമർശനമുണ്ടായിരുന്നു. ഞങ്ങൾ ആ രംഗത്തെല്ലാം ചെയ്യേണ്ടതായി അവർ കാണുന്ന കുറച്ചേറെ കാര്യങ്ങൾ, അത് ശരിയാണ്. ആ പ്രതീക്ഷയ്ക്കൊത്ത് ചെയ്യാൻ ഞങ്ങൾക്കായിട്ടില്ല. ആ വിമർശനം അവർ ഉന്നയിച്ചു. ഞങ്ങൾ ഇലക്ഷൻ കാലത്ത് പോയിട്ടുള്ള എല്ലാ ചെത്തുകളുടെ രംഗത്തും ഒരു വിമർശനം കിട്ടും ഞങ്ങൾ. ആ വിമർശനവും ശരിയാണ്. കേരളത്തിലെ ബാറുകളുടെയും ഷാപ്പുകളുടെയും കള്ള് ഷാപ്പുകളുടെയും ദൂരപരിധി വേറെ വേറെയാണ്. ബാറുകൾക്ക് ദൂരപരിധി 50 മീറ്റർ, വീര്യം കുറഞ്ഞ മദ്യം വിളമ്പുന്ന കള്ളുഷാപ്പുകളുടെ ദൂരപരിധി 400 മീറ്റർ. പ്രത്യക്ഷമായ വിവേചനമാണ്, തെറ്റാണത്. അത് തിരുത്താൻ വേണ്ടിയുള്ള സമരങ്ങളും പ്രക്ഷോഭങ്ങളും ഉണ്ടായെങ്കിൽ പോലും LDFന് അതിൽ മാറ്റം വരുത്താൻ പറ്റിയില്ല. അതേപ്പറ്റി വിമർശനം അവർക്കുണ്ടായിരുന്നു. ചെത്ത് രംഗത്തുള്ള എല്ലാ തൊഴിലാളികൾക്കും വിമർശനമുണ്ടായിരുന്നു. ഇത്തരം വിമർശനങ്ങളെല്ലാം ഞങ്ങൾ തീർച്ചയായിട്ടും ഗൗരവത്തോടെ കാണേണ്ടതാണ്. എണ്ണി പറയുകയല്ല, അത്തരം ചില പ്രതീക്ഷകൾ ഇടതുപക്ഷത്തു നിന്നും അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. ഉൾക്കൊള്ളാനും പ്രാവർത്തികമാക്കാനും കഴിയാതെ പോയിട്ടുണ്ട്. അതും ഘടകമായിരിക്കാം. ഞങ്ങളുടെ വോട്ട് വൻതോതിൽ ചോർന്നുപോയെങ്കിൽ അതിനർത്ഥം ഞങ്ങളുടെ തന്നെ അടിത്തറയിലെ ഒരു വിഭാഗം ആളുകൾക്ക് വിമർശനം അറിയിക്കാൻ വേണ്ടിയായിരിക്കാം, പ്രതിഷേധം മൂലമാകാം, അവർക്ക് മറുഭാഗത്ത് വോട്ട് ചെയ്യാൻ തോന്നിക്കാണും. അത് ഞങ്ങൾ അങ്ങനെയാണ് കാണേണ്ടത്. ഞങ്ങളും അവരും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ആ കണ്ണി പക്ഷേ പൊളിഞ്ഞു പോകാൻ പാടില്ല.
ഞങ്ങൾ അവരെ ചേർത്ത് പിടിക്കും, അവരെ കാണും, അവരെ കേൾക്കും, അവരുടെ എല്ലാ വിമർശനം ഉൾക്കൊള്ളും. ഇതാണ് ഞങ്ങളുടെ സ്റ്റേറ്റ് കൗൺസിലിൻ്റെ കാഴ്ചപ്പാട്. വേറൊന്ന്, ന്യൂനപക്ഷങ്ങൾ കേരളത്തിലെ ഞങ്ങളുടെ സുഹൃത്തുക്കളെ ഉണ്ടോ എല്ലാ കാലത്ത് ആ ന്യൂനപക്ഷങ്ങൾ അകന്നു പോയിട്ടുണ്ട്. അതേപ്പറ്റി LDF കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും പാഠം പഠിക്കണമെന്നാണ് സ്റ്റേറ്റ് കൗൺസിലിൻ്റെ നിർദ്ദേശം. ആഗോള അയ്യപ്പ സംഗമം പോലൊരു കാര്യം ഇടതുപക്ഷം അതിൻ്റെ ഒരു മുൻഗണനാ കാര്യമായിട്ട് ഒരിക്കലും എടുക്കാൻ പാടില്ലായിരുന്നു. സാങ്കേതികമായി സംഘടിപ്പിച്ചത് ദേവസ്വം ബോർഡാണെങ്കിലും ഗവൺമെന്റിന്റെ ഒരു ഇനീഷ്യേറ്റീവായിട്ടാണ് ജനങ്ങളതിനെ കണ്ടത്. ആ സംഗമത്തിൽ ന്യൂനപക്ഷങ്ങൾ എന്തും വെറുപ്പോടെ കാണുന്ന വർഗീയ രാഷ്ട്രീയത്തിന്റെ, ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ, ഭൂരിപക്ഷ വർഗീയതയുടെ ഫാസിസ്റ്റ് പേരായ RSSന്റെ ഇഷ്ടപുത്രനായ UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ ഒരു സന്ദേശം വായിച്ചപ്പോൾ ന്യൂനപക്ഷങ്ങളെ മനസ്സിലാക്കിയത് ഞങ്ങൾ പൂർണ്ണമായിട്ടും ന്യൂനപക്ഷങ്ങളെ കൈവിടുന്നുവെന്നാണ്. അത് ഒഴിവാക്കേണ്ട ഒന്നായിരുന്നു. അത്തരം വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട് സ്റ്റേറ്റ് കൗൺസിലിൽ. സ്റ്റേറ്റ് കൗൺസിൽ മനസ്സിലാക്കുന്നത് ഇന്നത്തെ പുതിയ കാലഘട്ടം ദേശീയ അടിസ്ഥാനത്തിലും സംസ്ഥാനത്തും ഒരുപാട് ചലഞ്ചസ് ഉണ്ടാകുന്ന കാലഘട്ടമാണ്, വെല്ലുവിളികൾ. ആ വെല്ലുവിളികളെ ഫലപ്രദമായിട്ട് നേരിടാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എല്ലാ ഘടകങ്ങളും എന്നുള്ളതിനേക്കാളും ശക്തിപ്പെടണം, ജാഗ്രത ഇനിയും കാണിക്കണം. ഇതാണ് സ്റ്റേറ്റ് കൗൺസിൽ പറഞ്ഞ വിമർശനങ്ങളുടെ കാതൽ. സ്ഥാനാർത്ഥികളുടെ നിർണയത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അടിസ്ഥാനമാക്കേണ്ടത് ശൈലി പ്രകാരം തന്നെ ജില്ലകളിലെ പാനലുകളെയാണ്. ആ പാനൽ പ്രകാരമുള്ള പേരുകൾ സംസ്ഥാന എക്സിക്യൂട്ടീവ് പരിഗണിച്ച് സംസ്ഥാന എക്സിക്യൂട്ടീവാണ് സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചത്. അതാണ് പാർട്ടി നയം, അതാണ് പാർട്ടിയുടെ സമീപനം, അതാണ് പാർട്ടിയുടെ ഭരണഘടന. പക്ഷെ അത് ചെയ്യുമ്പോഴും ചിലയിടത്തെങ്കിലും ആവശ്യമാകാത്ര കൺസൾട്ടേഷൻ, ആലോചന ഉണ്ടാകാതെ പോയി എന്ന വിമർശനം സ്റ്റേറ്റ് കൗൺസിൽ ഉണ്ടായിട്ടുണ്ട്. സ്റ്റേറ്റ് കൗൺസിലിലെ ആ വിമർശനം ഞങ്ങൾ സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റ് ഉൾക്കൊള്ളുകയാണ്. വിമർശനങ്ങൾ ഉണ്ടായെന്ന് പറയാനും ഉൾക്കൊണ്ടവ ഏറ്റു പറയാനും പാർട്ടി തയ്യാറാകുന്നത് ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയതുകൊണ്ടാണ്. മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്ന പാർട്ടിക്ക് ഘടകങ്ങൾ തമ്മിലും സഖാക്കൾ തമ്മിലും ഉണ്ടാകേണ്ട അത്തരം ഒരു പാരസ്പര്യത്തിന്റെ ബന്ധം അതേപ്പറ്റി CPIക്ക് ബോധ്യമുണ്ട്. അതുകൊണ്ടാണ് ഈ കാര്യം ഇങ്ങനെ പറയുന്നത്. തുടർന്ന് പാർട്ടിയുടെ സംഘടനയെ ശക്തമാക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ നിരവധി എണ്ണം സ്റ്റേറ്റ് കൗൺസിൽ അംഗീകരിച്ചിട്ടുണ്ട്. പ്രധാനപ്പെട്ട ഒന്ന്, CPI മത്സരിച്ച് 25 മണ്ഡലങ്ങളിലും ഇന്നുള്ള പാർട്ടി സംഘടനയുടെ ശക്തിയും ദൗർബല്യവും വിലയിരുത്താൻ വേണ്ടി, തുടർന്ന് ആ മണ്ഡലങ്ങളിലെ പാർട്ടി സംഘടനയെ ഇനിയും ഊർജിതപ്പെടുത്താൻ വേണ്ടി, അവിടെയെല്ലാം പാർട്ടിയെ മുന്നോട്ട് നയിക്കാൻ വേണ്ടിയുള്ള തീരുമാനമെടുക്കാനായി ഒരു പാർട്ടി സംവിധാനം, പാർട്ടി കമ്മിറ്റികൾ എത്രയും വേഗം നടക്കും. ഈ ഇലക്ഷനോടുകൂടി ലോകവും ജീവിതവും അവസാനിക്കുന്നില്ല, രാഷ്ട്രീയവും പോരാട്ടവും തീരുന്നില്ല.
അതുകൊണ്ട് വിജയിച്ചിടത്തും പരാജയപ്പെട്ടിടത്തും ശക്തിപ്പെടുത്തേണ്ടത് പാർട്ടി സംഘടനയെ തന്നെയാണ്. പാർട്ടിയുടെ ബഹുജന പിന്തുണയെ വിലയിരുത്തണം, ആ രംഗത്തെ പാഴ്ചകളെ തിരുത്തണം. പാർട്ടി വീണ്ടും വീണ്ടും ശക്തമായിട്ട് മുന്നോട്ട് പോകണം. ആ കാഴ്ചപ്പാടിലാണ് പാർട്ടിക്കകത്തുള്ള രാഷ്ട്രീയമായ സംഘടനാപരമായ ഐക്യത്തിന് വേണ്ടിയുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് എല്ലാ മണ്ഡലങ്ങളിലും CPIയുടെ 25 മണ്ഡലങ്ങളിലും ഞങ്ങൾ ഈ പറയുന്നൊരു കടമയേറ്റെടുത്തിരിക്കുന്നത്. പാർട്ടിയിൽ കഴിഞ്ഞ കുറേ കാലമായിട്ട് ആശയ പഠനത്തിന് ഒരു ഗ്യാപ്പ് ഉണ്ടായിട്ടുണ്ട്. ഐഡിയോളജിക്കൽ ആൻഡ് പൊളിറ്റിക്കൽ സ്ട്രഗിൾ, അത് കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തിൻ്റെ ആത്മാവാണ്. വേണ്ടത്ര ഫലപ്രദമായിട്ട് ആ രംഗത്ത് ശ്രദ്ധിക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കഴിഞ്ഞ കുറേ കാലമായിട്ട് ആയിട്ടില്ല. ആ കുറവ്, ആ വിടവ് നികത്തും കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അതിൻ്റെ ഭാഗമായി കെ ദാമോദരൻ്റെ ഓർമ്മദിനമായിട്ടുള്ള ജൂലൈ മാസം 3-ാം തീയതി മുതൽ ബെന്നി ബാലറാമിൻ്റെ ദിനമായ ജൂലൈ മാസം 16 വരെ കേരളത്തിലെ എല്ലാ പാർട്ടി മെമ്പർമാരെയും ഉൾക്കൊള്ളുന്ന ഒരു വിദ്യാഭ്യാസ പരിപാടിക്ക് നിങ്ങൾ രൂപം കൊടുത്തു. ഈ 2 ആഴ്ചക്കുള്ളിൽ എല്ലാ സ്ഥലങ്ങളിലും എല്ലാ മെമ്പർമാർക്കും വേണ്ടിയുള്ള ഏകദിന ക്ലാസ് പാർട്ടി സംഘടിപ്പിക്കും. 1 ഡേ സ്കൂൾ. അവിടെ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തിൻ്റെ ബാലപാഠങ്ങൾ പഠിപ്പിക്കും. എന്താണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നതിൻ്റെ സംഘടനാ പാഠങ്ങളും അവിടെ പഠിപ്പിക്കും. ഈ 2 അജണ്ടയെ അന്നുണ്ടാകും. ഈ ക്ലാസ്സിന് വേണ്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി എല്ലാ ജില്ലകളിലും അധ്യാപകരെ കണ്ടെത്തിയിട്ടുണ്ട്. ആ അധ്യാപകരുടെ രാഷ്ട്രീയ അറിവ്, ഐഡിയോളജിക്കൽ അറിവ്, അതെല്ലാം ഒന്ന് ബിഷപ്പ് ചെയ്യാൻ വേണ്ടി ജില്ലാതല അധ്യാപകരുടെ ഒരു പൊളിറ്റിക്കൽ സ്കൂൾ കൊട്ടാരക്കരയിലെ ചന്ദ്രപ്പട്ട് സ്മാരകത്തിൽ വെച്ച് ഈ മാസം 20 മുതൽ 24 വരെ നടത്താനും തീരുമാനിച്ചിട്ടുണ്ട്. അതോടൊപ്പം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ബന്ധുക്കളായിട്ടുള്ള എല്ലാ ബഹുജന പ്രസ്ഥാനങ്ങളെയും ശക്തിപ്പെടുത്തണം. വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനമടക്കം, മഹിളാ പ്രസ്ഥാനമടക്കം, AITUC കിസാൻ സഭയടക്കം പാർട്ടിക്ക് ബന്ധമുള്ള എല്ലാ യുവജന പ്രസ്ഥാനങ്ങളെയും ശക്തിപ്പെടുത്താൻ വേണ്ടിയുള്ള തീരുമാനമെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി ആ ഓരോ രംഗത്തെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി മെമ്പർമാരുടെ കടമ കൃത്യമായിട്ട് നിർവചിച്ച് ആ ചുമതല ആശ്രാക്കൾ നിറവേറ്റാൻ വേണ്ടിയുള്ള തീരുമാനവും ഉണ്ടായിട്ടുണ്ട്. പലപ്പോഴും പല മാധ്യമ സുഹൃത്തുക്കളും പറയാറുണ്ട്, ചർച്ചകളിലേക്കൊന്നും എന്തുകൊണ്ടാണ് CPI ആരെയും അയക്കാത്തതെന്ന്. സ്റ്റേറ്റ് കൗൺസിൽ ആ കാര്യവും ചർച്ചക്കെടുത്തിട്ടുണ്ട്. വരും ദിനങ്ങളിൽ നിങ്ങൾ ആവശ്യപ്പെടുന്ന പ്രകാരം CPI പങ്കാളിത്തവും ചർച്ചകളുണ്ടാകും. ആ ചർച്ചയ്ക്ക് വേണ്ടി ഞങ്ങൾ ചില സഖാക്കളെ കണ്ടെത്തിയിട്ടുണ്ട്. അവർ ആ രംഗത്തേക്ക് വളരെ വേഗം വരും. ഈ പാർട്ടി സംസ്ഥാന കൗൺസിലിൻ്റെ രാഷ്ട്രീയ റിവ്യൂ റിപ്പോർട്ട്, സംഘടനാ റിവ്യൂ റിപ്പോർട്ട്, ഇലക്ഷൻ റിവ്യൂ റിപ്പോർട്ട്, അത് അവതരിപ്പിക്കാൻ വേണ്ടി എല്ലാ ജില്ലകളിലും പാർട്ടിയുടെ യോഗങ്ങൾ ചെയ്തു. അതിനകത്തെല്ലാം നേതാക്കൾ പങ്കെടുക്കും. പ്രധാനപ്പെട്ട കാര്യം ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് സെപ്റ്റംബർ മാസം 1-ാം തീയതി നടക്കാൻ പോകുന്നൊരു വലിയ ദേശീയ ക്യാമ്പയിനുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ. ഏകദേശം 1,00,000 ആളുകൾ പങ്കെടുക്കുന്നൊരു വലിയ ഡൽഹി മാർച്ച് CPI പ്ലാൻ ചെയ്തിട്ടുണ്ട്. ആ ഡൽഹി മാർച്ചിൽ ഇന്നത്തെ ഇന്ത്യയെ ബാധിക്കുന്ന എല്ലാ അടിസ്ഥാന പ്രശ്നങ്ങളുമായിരിക്കും. എല്ലാം പറയുകയില്ലെങ്കിൽ പോലും 4-5 വിഷയങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു വലിയ മാർച്ചായി സംഘടിപ്പിക്കുക. ആ മാർച്ചിൽ കേരളത്തിൽ നിന്ന് 2000 പേര് പങ്കെടുക്കും.
ആ മാർച്ചിൻ്റെ ഭാഗമായിട്ട് എല്ലാ ലോക്കൽ കമ്മിറ്റികളുടെയും മുൻകൈയിൽ കാൽനട ജാഥകൾ സംഘടിപ്പിക്കും. ആ ജാഥകൾ കേരളത്തിലെയും ഇന്ത്യയിലെയും ഇന്നത്തെ രാഷ്ട്രീയ കാലാവസ്ഥയെപ്പറ്റിയും അതിനു മുമ്പിലുള്ള ഇടതുപക്ഷത്തിൻ്റെ കർത്തവ്യത്തെപ്പറ്റിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാടിനെ പറ്റിയും പറയാൻ വേണ്ടിയായിരിക്കും ആ പദയാത്ര സംഘടിപ്പിക്കപ്പെട്ടത്. പൊതുവിൽ സംസ്ഥാന കൗൺസിലിൻ്റെ ഈ യോഗം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ശക്തിപ്പെടുത്തലിൻ്റെ ആഹ്വാനം വഴക്കിയ യോഗമാണ്. അതിൻ്റെ സ്പിരിറ്റ് മുന്നോട്ട് പോകാനാണ് ആവശ്യപ്പെടുന്നത്. ആ മുന്നോട്ട് പോക്കിന് വേണ്ടിയുള്ള പരിശ്രമത്തിൽ ഞങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി നിങ്ങളുടെ എല്ലാം സഹകരണവും പിന്തുണയും നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും ക്രിയേറ്റീവായ വിമർശനങ്ങളും സ്വാഗതം ചെയ്യുന്നു. സുശക്തമായ മുന്നണി, ആ മുന്നണിയോടാണ് ഒട്ടും ഐക്യമില്ലാത്ത ഒരു നിയമസഭാ വിഷയവും ചെയ്യാൻ പോലും കഴിയാത്ത ഇടതു മുന്നണി എങ്ങനെ രാഷ്ട്രീയ പോരാട്ടം നടത്താം? ഒരു യോഗമല്ലല്ലോ ഐക്യത്തിന്റെയും എടുത്തിൻ്റെ അടിസ്ഥാനം. ഒരു വിരാജ തമിഴ്നാട്ടിൽ നിയമസഭാ വിഷയവും ചെയ്യേണ്ടത് ഒന്നാണത്. അത് മാത്രമല്ല, അതിലൊന്നാണ് നിയമസഭാ കക്ഷി യോഗം യഥാസമയം ചേരും. യഥാസമയത്ത് ചേരും. യഥാസമയം യഥാസമയം ചേരും. അത് യഥാസമയം ചേരും. അതിന് വിട്ടുന്ന കാര്യം എന്താ? വിട്ടുവീഴ്ച എന്തിനാ? ഇതൊരു മുന്നണിയാണ്. പലവട്ടം അത് CPI വ്യക്തമാക്കിയിട്ടുണ്ട്. മുന്നണിയാണ്. ഈ മുന്നണി വെറും മുന്നണിയല്ല. ഈ മുന്നണി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. അതാണ് LDF. അതിൽ ഓരോ വാക്കിനുമുണ്ട് നിശ്ചിതമായ അർത്ഥമുണ്ട്, ആശയമുണ്ട്, ആഴമുണ്ട്. ഇത് ലെഫ്റ്റാണ്, ഡെമോക്രാറ്റിക്കാണ്, ഇത് ഫ്രണ്ടാണ്, ഇടതുപക്ഷമാണ്, ജനാധിപത്യപരമാണ്, മുന്നണിയാണ്. അങ്ങനെയുള്ള ഒന്ന് ഒരു വലിയ പരാജയം കഴിഞ്ഞ് മുന്നോട്ട് പോകാൻ ശ്രമിക്കുമ്പോൾ ആ മുന്നണിയിലെ ഓരോ കക്ഷിക്കും ഈ പുതിയ കാലത്തിൻ്റെ രാഷ്ട്രീയ അർത്ഥവും വെല്ലുവിളിയും ഉൾക്കൊള്ളാൻ കടമയുണ്ട്. അതുകൊണ്ട് ഒരു വൻ പദവിയൊന്നുമല്ല ഈ ഉപനേതാവസ്ഥാനം. അത് പദവിയേ അല്ല. പക്ഷേ അത്തരം കാര്യങ്ങളെല്ലാം വരുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കകത്ത് പാലിക്കപ്പെടേണ്ട ഇടതുപക്ഷ ആശയങ്ങളെ കൈവിടാത്ത ഉയർത്തിപ്പിടിക്കുന്ന സമീപനം വേണം എന്നാണ് CPI കാഴ്ചപ്പാട്. ആ കാഴ്ചപ്പാട് ശരിയാണ്. യഥാസമയത്ത് അത് പരിപാലിക്കപ്പെടും. പ്രശ്നങ്ങൾ സഭയിൽ അവതരിപ്പിക്കേണ്ട ഒരു സെഷൻ എന്ന് പറയുന്നത് റൂട്ട് 50 നോട്ടീസ് അവതരിപ്പിക്കുന്ന സൂര്യനെയാണ്. അവിടെ റൂട്ട് 50 നോട്ടീസ് അവതരിപ്പിക്കാൻ CPIക്ക് അവസരം CPI ഒഴിവാക്കി പാഴാക്കി അവതരിപ്പിച്ചത്. അത് എന്നിട്ട് എന്ത് ജനാധിപത്യ രീതിയാണെന്ന് പറയുന്നത്? എന്താണ് സഭ അവസാനിച്ചോ? അതോടുകൂടി സഭ തീർന്നോ? സഭ തീർന്നു. അത് പോട്ടെ. ഇന്ന് ദിവസം ഉണ്ടാകും, ഇനിയും ദിവസം വരും, ഇനിയും അവസരങ്ങളുണ്ടാകും, ഇനിയും റൂട്ട് 50 ഉണ്ടാകും, ഇനിയും പ്രമേയങ്ങളുണ്ടാകും. സംശയം നടക്കുന്നുണ്ട്. എല്ലാം ഉണ്ടാകും. അതെ, ഞങ്ങളവിടെ കാണുന്നത് വിമർശിക്കുന്ന അത്തരം മിത്രങ്ങളെ കാണുന്നത് ശത്രുവായിട്ടല്ല. കാണാനും പാടില്ല. വിമർശിച്ച ശത്രുവാകുകയില്ല. ഞങ്ങളുടെ എല്ലാം വിശ്വാസം അതിൽ പലരും ഉള്ളിൻ്റെ ഉള്ളിൽ അന്നും ഇന്നും വിമർശിക്കുമ്പോഴും ഇടതുപക്ഷമാണെന്നാണ്. അത്തരം ബന്ധുക്കളെയെല്ലാം ആട്ടിയകറ്റാൻ ഞങ്ങളില്ല. അവർ ബന്ധുക്കളാണെന്ന് എപ്പോഴും ഞങ്ങൾക്കറിയാം. ഞങ്ങൾ ബന്ധുക്കളായി കാണും. സ്വാഭാവികമല്ലേ? വിഷയങ്ങൾ പലതുണ്ടായിട്ട് പലതും CPI ഇടപെട്ടിട്ടുണ്ട്. പക്ഷെ ചിലതിലൊക്കെ വിജയമുണ്ടായി, ചിലതിലൊക്കെ വിജയം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് കുഴപ്പമെന്താ? നാച്ചുറൽ. അല്ല, അങ്ങനെ കിരീടമൊന്നും വേണ്ട. ഞങ്ങളുടെ കടമയാണത്. വർഗപരമായ കടമയാണ്, പൊളിറ്റിക്കൽ ഡ്യൂട്ടിയാണ്. അത് ഞങ്ങൾ ചെയ്യും.
അതിപ്പോൾ കണ്ടല്ലോ, ബജറ്റ് വന്നപ്പോൾ കണ്ടല്ലോ ഇടതുപക്ഷന്ന്. ഇല്ല ഉണ്ടായിട്ടില്ല. ഇന്ത്യ മുഴുവനും പ്രതീക്ഷയോടെ കാണുന്ന ഏക ഇടതുപക്ഷ ഗവൺമെന്റാണ് ഞങ്ങളുടെ ഗവൺമെന്റ്. ആ ഗവൺമെന്റിനെ പറ്റി ഞങ്ങളുടെ പുത്രങ്ങൾക്കും ബന്ധുക്കൾക്കും വർഗബന്ധുക്കൾക്കും കുറച്ചേറെ പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷ പൂർണ്ണമായും പാലിക്കാൻ ഞങ്ങൾക്കായിട്ടില്ല. അതിൻ്റെ അർത്ഥം ഈ സർക്കാർ ഇടതുപക്ഷം അല്ല എന്നല്ല, ഇടതുപക്ഷമാണ്, തീർച്ചയായിട്ടും ഇടതുപക്ഷമാണ്. പിണറായി വിജയന്റെ ചിത്രം വെച്ച കൂട്ടിൽ ഹോർഡിങ്സുകൾ സംസ്ഥാനത്തെമ്പാടുണ്ടായിരുന്നു. LDF അല്ലാതെ മറ്റാരുണ്ട് എന്നായിരുന്നു ചോദ്യം. അത് തിരിച്ചടിച്ചു CPI. ആ ഒരു പ്രചാരണ ശൈലിയെപ്പറ്റി സംസ്ഥാന കൗൺസിലിലും മിക്കവാറും എല്ലാ DC യോഗങ്ങളിലും വിമർശനം ഉണ്ടായിട്ടുണ്ട്. അല്ല, അതിലൊക്കെ ഉണ്ടായിട്ടുള്ള പാളിച്ച ഞങ്ങളുടെ പൊതു പാളിച്ച അത് കുട്ടിക്കോ ഞങ്ങളിപ്പോൾ അത് എടുത്ത് മാറ്റില്ലല്ലോ. കഴിഞ്ഞില്ലേ? ഇതിനപ്പുറം എന്താ പറയേണ്ടത്? 25 സീറ്റ് മത്സരിച്ച് CPI കിട്ടുന്ന സീറ്റ് കിട്ടി. ഞങ്ങളെ പല LDFന്റെ പല സീറ്റ് തോറ്റുപോയി. ഞങ്ങളുടെ തോൽവി ഒരിക്കലും തോൽക്കാനാകാത്ത ചില സ്ഥലങ്ങളുണ്ട് കേരളത്തിലെ പല ഭാഗത്തായിട്ട്. അവിടെ ഞങ്ങൾ തോറ്റു. തോൽവിയുടെ പേര് ഞങ്ങൾ പറയുന്നു തോൽവി കനത്തതായിരുന്നു, അത് പറയുന്നുണ്ട്. ഉറപ്പായിട്ടും പരാജയമൊന്നും ആദ്യമല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പരാജയം ആദ്യമൊന്നുമല്ല, തിരിച്ചു കിട്ടുമല്ലോ. ഞങ്ങൾ 2001 മത്സരിച്ചപ്പോൾ കിട്ടിയത് 7 സീറ്റാണ്. അന്ന് LDF 40 സീറ്റ് ഉണ്ടായിരുന്നു. ഞങ്ങൾ പോയില്ലല്ലോ, ഞങ്ങൾ തിരിച്ചു വരുവാണല്ലോ. ഞങ്ങൾ തിരിച്ചു വരും. 65 ഞങ്ങളുടെ പാർട്ടിയുടെ ഭിന്നിപ്പിനുള്ള ശേഷമുള്ള ഒന്നാമത്തെ ഇലക്ഷനിൽ 3 സീറ്റാണ് CPIക്കുള്ളത്. CPIക്ക് പരാജയത്തിന് മുമ്പേ അങ്ങനെ ഒന്നും കരയാൻ നേരെയില്ല, കരയില്ല. CPI പാഠം പഠിക്കും, CPI തിരുത്തേണ്ടവയെ തിരുത്തും, CPI തിരിച്ചു വരും, LDF ശക്തപ്പെട്ടു വരും. LDFിനകത്ത് വഹിക്കേണ്ട പങ്ക് CPI വഹിക്കും. അല്ല, ഞാൻ പറഞ്ഞല്ലോ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു ഘടകത്തിന്റെ യോഗം എന്ന് പറഞ്ഞാൽ സങ്കല്പത്തിലെ പോലെയല്ല. നേതാവ് ജയിക്കട്ടെ, സ്തുതിയായിരിക്കട്ടെ, അതിന്റെ വേദിയല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി യോഗം. ഞങ്ങളുടെ പാർട്ടിയുടെ യോഗങ്ങളിലൊക്കെ വിമർശനം ഉണ്ടാകും, വിമർശനം വേണം. അതാണ് പാർട്ടിയുടെ കരുത്ത്. അതുകൊണ്ട് വിമർശനങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. അതെനിക്കറിയില്ല. ശരിയാണ്.